ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വോട്ട് ഓഫ് താങ്ക്സിന്. അതിന് കൂടെ ചെറിയൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഇത്രയും ഈ ഷെഹനായി മുഴങ്ങുമ്പോൾ എന്ന കഥയെക്കുറിച്ച് എല്ലാവരും പുകഴ്ത്തി പറഞ്ഞു. അത് എഴുതുവാനുണ്ടായ ഒരു അനുഭവം എന്താണ് പ്രേംരാജിന്? അതൊന്ന് പറഞ്ഞിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതായി. എന്താണ് ചോദ്യത്തിന് ഒരു ഉത്തരവും കണ്ടുപിടിക്കാൻ ഞാൻ കണ്ടുപിടിക്കുന്നത് അതിന് ഒരു പുസ്തകം കഥ എഴുതേണ്ടി വരും തോന്നുന്നു. ആക്ച്വലി ഈ പാസികളുമായിട്ട് എനിക്ക് ഒരുപാട് കാലങ്ങളിലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് പാസി ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു. അവരിപ്പോഴും എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, എല്ലാവരും ബോംബെയിൽ തന്നെയാണ്. ബാംഗ്ലൂരിലെ ഒന്നോ രണ്ടോ പാസികൾ എനിക്കറിയാം. അവർ തന്നൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് ആയിരിക്കണം ഈ നോവലിന് പ്രചോദനമായത്. പിന്നെ ഈ മ്യൂസിക് ഞാൻ എൻ്റെ അച്ഛൻ്റെ മ്യൂസീഷ്യനായിരുന്നു. അച്ഛൻ വയലിനും ഹാർമോണിയം തബലയൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ എനിക്ക് മ്യൂസിക്കിൻ്റെ ഒരു ഇത് വന്നത്. പിന്നെ മ്യൂസീഷ്യൻ ആയ ഫാമിലി തന്നെ ഒരു പാസി ഫാമിലി എനിക്ക് ബോംബെയിൽ പരിചയമുണ്ടായിരുന്നു. അവർ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുമായിരുന്നു. ഷെഹനായി മാത്രമേ ആയിരുന്നില്ല. അതൊക്കെ ചേർത്തിട്ടാണ് ഈ ഇങ്ങനെ ഒരു നോവൽ. ആക്ച്വലി ഇതൊരു നോവലായിരുന്നില്ല, ഒരു നോവലൈറ്റായിരുന്നു. ആ നോവലിനെ ഇടിച്ചു പറത്തി നോവലൈറ്റിനെ തിരിച്ചു വരുത്തി നോവലിൻ്റെ വിരോധത്തിൽ ആയതാണിത്. ഇത് എഴുതാൻ ഒരുപാട് നാളുകൾ എടുത്തിരുന്നു. ഒരുപാട് പഠിക്കേണ്ടി വന്നിട്ടില്ല ആക്ച്വലി. ഇതെനിക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഭക്ഷണ കാര്യങ്ങളായാലും ശരി, സംഗീതത്തിൻ്റെ കാര്യങ്ങളായാലും ശരി. അതിൽ ഈ നോവലിൽ ഒരുപാട് മ്യൂസിക്കിൻ്റെ കാര്യങ്ങൾ എഴുതാനുണ്ടായിരുന്നു. ആദ്യത്തെ വേർഷൻ ആദ്യം എഴുതിയപ്പോൾ മ്യൂസിക്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. പല രാഗങ്ങളെക്കുറിച്ചും. അതെല്ലാം ബോറടിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് രാഗങ്ങളുടെ പേര് മാത്രം വെച്ചിരിക്കുന്നത്. ഓരോരോ രാഗങ്ങളുടെ ഈ കർണാട്ടിക് സംഗീതത്തിലെ പോലെയുള്ള താളങ്ങളുടെ വ്യത്യാസം, അതൊക്കെ ഹിന്ദുസ്ഥാനിയിൽ വരുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉണ്ടായിരുന്നു നോവൽ ആദ്യത്തെ എഴുതിയത്. അതുപോലെ ഈ പാസികളുടെ അവരുടെ ജീവിത രീതി കുറച്ചുകൂടി ഇലാബറേറ്റായിട്ട് ഉണ്ടായിരുന്നു ആദ്യം എഴുതിയതിൽ. അതൊക്കെ വെട്ടി കുറച്ചിട്ടുണ്ട്. അത് ബോറടിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെയാണ് അങ്ങനെ കുറച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് വെട്ടി കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബോംബെയിലെ നമ്മുടെ സബർബൻ ട്രാക്ക് അല്ലെങ്കിൽ വെസ്റ്റേൺ ട്രാക്ക് റെയിൽവേ ലൈനാണത്. ആ റെയിൽവേ ട്രാക്കിൽ ജനങ്ങളുടെ ജീവിത രീതി ഒരുപാട് ജനങ്ങളുടെ രീതി ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ യാത്രകളിൽ ചെയ്യുന്ന ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നവരുടെ സംഗീതം, പാട്ടുകൾ, അതൊക്കെ ഒരു 1-2 പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടെന്നേ. അതൊക്കെ ഒരുപാട് ഇലാബറേറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടിക്കുറച്ചിട്ടാണ് ഈ 30 ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അനാഹിത എവിടെ പോയി എന്നാണ് ചോദിച്ചു. അനാഹിത വീണ്ടും വരുന്നു. അതാണ് ഉത്തരം. തോമസ് വേറൊരു ട്രാക്കിലേക്ക് പോട്ടെ, അനാഹിത വേറൊരു ട്രാക്കിലേക്ക് പോട്ടെ. ഞാനും തോമസും അരവിന്ദും ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. അനാഹിത ആ സമയത്ത് ഇറാനിലായിരുന്നു. അപ്പോൾ അനാഹിതയ്ക്ക് എന്ത് സംഭവിച്ചു, ഇറാനിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇറാനിൽ പോയിട്ടില്ല. അതുകൊണ്ടാണ് അനാഹിതയുടെ ഇറാനി ജീവിതം ഇതിൽ വരായിരുന്നത്. അനാഹിതയുടെ ഇറാനി ജീവിതം വരുന്നുണ്ട് അതിൽ. അത് ഓക്കെ, എങ്ങനെ വരുന്നത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് വരും. പിന്നെ നന്ദി പറയാനുള്ളത് എല്ലാവരോടും നന്ദി പറയണം. ഇത് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് സുധാ മേഡത്തിനോടാണ്. സുധാ മേഡമാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരുപാട് പുസ്തകം ചെയ്തിട്ടുണ്ട് ഇത് നോവൽ എഡിറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഇംഗ്ലീഷ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടിയിട്ടും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് സുഖമില്ലായിരുന്നു. എന്നിരുന്നാലും ഞാൻ ഡെയിലി മെസ്സേജ് അയക്കുമായിരുന്നു, ഇത് അവിടംബരായി, ഇത് ഇവിടംബരായിരുന്നു. അത് ഇവിടംബരായി എഴുതുന്നതിനാണ് എനിക്ക് വേഗം ചെയ്തു തരുമെന്നാണ് ഇൻഡയറക്റ്റായി പറയുന്നത്. അപ്പോൾ ചേച്ചി അതൊക്കെ ശ്രമിച്ച് എന്നോട് ഒരു അനിയനോടെന്ന് പറഞ്ഞ് എനിക്ക് അത് നല്ല രീതിയിൽ ചെയ്തു തന്നു. രാമചന്ദ്രൻ സാറിനെയും ഒരു മീറ്റിങ്ങിൽ നമ്മൾ കാണുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് പ്രിന്റ് എൻ്റെ വീട്ടിൽ നിന്ന് പ്രിന്റ് എടുത്ത സമയത്ത് സാറിന് കൊടുത്ത സമയത്ത് സാറത് വാങ്ങി വെച്ചു. ഞാൻ പറഞ്ഞു സാറിനോട് പറഞ്ഞത് ഇത് തരില്ല, ഞാൻ ഇതൊന്നുകൂടി ഞാൻ ചെക്ക് ചെയ്തിട്ട് സാറിന് തരാമെന്ന് പറയും. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സാറിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തതാണ് അതിൻ്റെ പ്രിന്റ് ഔട്ട്. അങ്ങനെ സാറ് വളരെ സന്തോഷത്തോടെ അതിനെ അവതാരം എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറിന് ഒരുപാട് തിരക്കുകളുണ്ട്. ഇപ്പോഴത്തേക്ക് ഒരുപാട് കൃതികൾ കന്നഡയിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്നും കന്നഡത്തിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിത് പറഞ്ഞത്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. എന്നാലും ഓക്കെ, ഒരുപാട് മാങ്ങയുണ്ടല്ലോ, അത് ഞാനൊന്ന് എറിഞ്ഞു നോക്കി
എന്ന രീതിയിൽ ഞാൻ സാറിന് കൊടുത്താണ്. സാറ് വളരെ സന്തോഷത്തോടെ ചെയ്തതായിരുന്നത്. അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സാറ് വാങ്ങി വെക്കുമായിരുന്നു. ഒരു മീറ്റിങ്ങിന് പോയത് ഫ്രണ്ട് റോയിലിരിക്കുന്ന സാറിരിക്കുന്നതായിരുന്നു. ഞാൻ ബുക്ക് കൊടുക്കുമ്പോൾ സാറ് വാങ്ങി വെക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടത്. പിന്നെ വരുന്നത് എനിക്ക് ആദ്യത്തെ പുസ്തകം സുഷമ ശങ്കർ പറഞ്ഞ പോലെ തന്നെ, മേഡം പറഞ്ഞ പോലെ തന്നെ, ആദ്യത്തെ ചില നിറങ്ങളിൽ കൊടുത്ത സമയത്ത് അവിടെ ഉണ്ട്. കൊടുത്ത സമയത്ത് പറഞ്ഞു, നീ വെറുതെ ഇരിക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശാപം പോലെ, ഉർവശി ശാപം പോലെ എന്നെ പിന്തുടരുന്നുണ്ട്. അതുപോലെ എഴുതുന്നതിൽ വളരെ പ്രചോദനം തന്ന പല ബുക്കുകളും നമ്മുടെ ബാംഗ്ലൂരിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചിട്ട് എനിക്ക് പ്രചോദനം. ഞാൻ വായിച്ചത് ആക്ച്വലി ഇന്ദ്ര മേഡത്തിൻ്റെ കവിതകളും രമേശിയുടെ കവിതകളൊക്കെ വായിച്ചിട്ട് തുടങ്ങിയാണ് 6-8 വർഷം മുമ്പ്. അങ്ങനെ തുടങ്ങിയാണ്. ഓക്കെ, ബാംഗ്ലൂരിലും മലയാളി എഴുത്തുകാർക്ക് ഇടമുണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ ഇടിച്ച് കയറിയ ഞാനും ബുക്ക് വയ്ക്കും. ആ സിറ്റുവേഷനിൽ വന്നിട്ടാണ് ഞാനതിലേക്ക് കയറിക്കുന്നത്. ഞാൻ സിനിമാ പ്രവർത്തകരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആരോ പറഞ്ഞ പോലെ എന്നെ പ്രേം തന്നെ എല്ലാം ചെയ്യുന്നു, അതല്ല, ഞാൻ എന്നെ അങ്ങനെ ആക്കി എടുത്തു എന്ന് വേണം കരുത്. എനിക്ക് ഡിപ്പെൻഡബിലിറ്റി കുറച്ച് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സിനിമാ മേഖലയിൽ, കന്നഡ സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ DOP ചെയ്യുന്ന സമയത്തോ ഒരുപാട് പേരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു മേക്കപ്പ് മാനോ അല്ലെങ്കിൽ ഒരു ഫോക്കസ് പുള്ളറോ വന്നില്ലെങ്കിൽ അന്നത്തെ സിനിമ ഷൂട്ടിങ് നിന്നു പോകുന്ന സിറ്റുവേഷനിലാണ്. ഒരു ഡിപ്പെൻഡബിലിറ്റിയാണിത്. ആ ഡിപ്പെൻഡബിലിറ്റി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായത്. ആ ഷോർട്ട് ഫിലിമിനും ഡിപ്പെൻഡബിലിറ്റി വന്നു. ഞാൻ വിചാരിച്ചത് ഓക്കെ, എന്നാൽ എഴുത്ത് തന്നെ ആയിരിക്കും നല്ലത് എന്ന രീതിയിലാണ് ഞാൻ അതിലേക്ക് കടന്നു വന്നത്. ആ എഴുത്തിലേക്ക് വരുന്ന സമയത്താണ് നാരായണ പ്രസാദ് സാർ ആക്ച്വലി എന്നോട് പറഞ്ഞത് ഗ്രാഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തോ നമുക്ക് അന്ന് അത്യാവശ്യമായിട്ട് ഗ്രാഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ ചെയ്തുതരാൻ സാർ എന്നിട്ട് ഗ്രാഫിക്സ് ചെയ്യാൻ തുടങ്ങിയതും ഗ്രാഫിക് ഡിസൈനിങ് ചെയ്ത് തുടങ്ങിയതൊക്കെ. അല്ലെങ്കിൽ ഞാനത് അതിനോട് വേണ്ടാന്ന് വെച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്നവരോട് ഇന്നവരോട് താങ്ക്സ് പറഞ്ഞാൽ തീരില്ല എനിക്ക്. ഇതൊരു കടപ്പാടല്ല, സ്നേഹത്തിൻ്റെ ഭാഷയാണത്. അത് എന്നോട് ഓക്കെ, അതിനെക്കുറിച്ച് എഴുതുന്ന സമയത്ത് അത് അങ്ങനെയല്ല വേണ്ടത്, ഇതിങ്ങനെയാണ് വേണ്ടത്, അതൊരു നല്ല രീതിയിൽ പറഞ്ഞത്. നമ്മൾക്കത് പോസിറ്റീവായി എപ്പോഴാണ് എടുക്കുന്നത്, അപ്പോഴാണ് ആ എഴുത്തോ അല്ലെങ്കിൽ ഏത് കലയാനുസരിച്ച് നമ്മൾ പഠിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അത് എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾക്ക് കഴിയുന്നതാണ് എന്ന് തോന്നുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് ഇന്നവരോട് താങ്ക്സ് പറഞ്ഞാൽ അത് കുറച്ചിലായി പോകും, അല്ലെങ്കിൽ ഞാൻ കുറഞ്ഞു പോകും. അപ്പം അവരെന്നും നമ്മുടെ കൂടെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടാവുക, അതൊരു വലിയ കാര്യമാണ്. അവർ നമ്മളെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ചില കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ചില ഒരു ലെവലിൽപ്പെട്ട ആൾ അല്ലെങ്കിൽ ഒരു ഫോക്കസ് നമ്മൾക്ക് എത്താൻ പറ്റാത്ത ഇടമാണ് എന്നുള്ളത്. നമ്മൾക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം, എത്തി നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ വേറൊരു വഴി കാണിച്ചു തരും ദൈവം, നമ്മൾക്ക് വേറൊരു വഴി കാണിച്ചു തരും. അല്ലാതെ ദൈവം നമ്മളെ ചുമ്മാ വെറുതെ നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു വിട്ടതല്ല, നീ അത് ചെയ്യണം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൈവ ഭയമല്ല വേണ്ടത്, ദൈവസ്നേഹമാണ് വേണ്ടത് എന്നാണ് വേണ്ടത്. ആ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ആ ദൈവസ്നേഹം മറ്റുള്ളവരുടെ സ്നേഹം ഉണ്ടാവും. ഓക്കെ, കുശുമ്പും കുന്നായ്മ നമ്മുടെ കൂടപ്പുറപ്പാണെങ്കിൽ തന്നെയും അതൊരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഉണ്ടാവും. അത് എന്നോടുണ്ടാവും, എനിക്കുണ്ടല്ലോ, അതുകൊണ്ടാണ് അവർക്ക് ഉണ്ടാകുന്നത് ഇല്ലാത്തപ്പോഴാണ് നമ്മൾക്ക് ആ സ്നേഹവും അല്ലെങ്കിൽ കടപ്പാടും ഇല്ലാതിരിക്കുന്നത്. അപ്പം ഞാനിങ്ങോട്ട് പോയപ്പം ആകെ ഒരു പ്രാവശ്യം കണ്ടതാണ് ഈ മേഡത്തിന്. എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം വിളിച്ച സമയത്ത് തന്നെ മേഡം വരാമെന്ന് പറഞ്ഞു. അത് നമ്മുടെ ഗോവ ഗവർണറുടെ ഒരു പുസ്തകത്തിൻ്റെ തത്തകളുടെ ആ പുസ്തകത്തിൻ്റെ തത്തകൾ വരാതിരിക്കില്ല, അതിൻ്റെ കന്നഡ വെർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരേ പ്രാവശ്യം കണ്ടതാണ്, ഒന്ന് സംസാരിച്ചിട്ട് പോലും. എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് വന്നു. അങ്ങനെ അതാണ് കലാകാരന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ ആളുകളിൽ ബന്ധം ദൃഢപ്പെടുന്ന സമയത്ത് നമ്മളെ കൈവിടില്ല, നമ്മൾ കൂടെ ഉണ്ടാകുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് എൻ്റെ ചേച്ചി എനിക്ക് 3 വയസ്സിന് മൂത്താണ്. ചേച്ചിക്കും എനിക്കും ഇടയിൽ ഒരു ക്ലാസ്. ആ ക്ലാസ്സിലെ ചേച്ചിയാണ് അവിടെ ഇരിക്കുന്നത്. എൻ്റെ സ്കൂളിൽ പഠിച്ച എൻ്റെ 1 വർഷം സീനിയറാണ്. ഞാനൊരു വിളി വിളിച്ചോ വന്നതാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മളെ ഹൃദയം തുറന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഉണ്ടാകും. 2004 മുതൽ എനിക്ക് രവേട്ടനറിയാം, CPR നമ്മൾ പറഞ്ഞിട്ട് രവേട്ടനറിയാം. ഞാൻ രവേട്ടനെ പണ്ട് പാർവതി വീട്ടിലുണ്ടായിരുന്നു, ഒരു കമ്പനി
പോകുന്ന സമയത്ത്, ഞാൻ മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കുന്ന സമയത്ത്. ഓക്കെ, അങ്ങനെയൊക്കെ ആ ബന്ധങ്ങൾ, ചില ബന്ധങ്ങൾ നമുക്ക് തുറന്നു കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മളുടെ കുശുമ്പ് കുന്നായ്മ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഇപ്പം രവിയുടെ പറഞ്ഞ പോലെ ശബരിയ എന്നൊരു അസോസിയേഷൻ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് അവർ ചെയ്യുന്നതിന് കൂടെ നിൽക്കുക. അവർ നല്ലതേ ചെയ്യുള്ളൂ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ നല്ലത് ചെയ്യുള്ളൂ. മോശം ചെയ്യില്ല അത് ചെയ്യില്ല എന്നൊരു സംശയമാണ്, ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന്റെ കൂടെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ബന്ധങ്ങൾ കൂടുതലുണ്ടാവുന്നത്. പിന്നെ എപ്പോഴും നമ്മൾക്ക് എഴുത്തിന് വേണ്ടി പ്രചോദനം നൽകിയത് സുധാകരൻ സാറ് പണ്ടെന്നെ പറഞ്ഞു, കുറച്ചുകൂടി വായന ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ടായിരുന്നു. അതിപ്പം പറയും, റിപ്ലേഷൻ പറയാതെ നീ വായിക്കുന്നില്ല എങ്ങടാന്ന് പറയുന്നത്. അതിലൊരു സ്നേഹം നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം ഇപ്പം ആൻഡോ സാറ് പറഞ്ഞു, സാറിൻ്റെ ഒരു പുസ്തകം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മണിക്കൂറുകൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ആ ബന്ധം കൊണ്ടുപോകുന്നു. അതിനുശേഷം അടുത്ത വേർഷനായിട്ട് വരുമായിരിക്കും സാറ്, നല്ല നോക്കാം. അതുപോലെ ഇനി എന്താണ് പറയുക, ഗീത ചേച്ചിയോട് പറഞ്ഞ സമയത്ത് നമ്മളൊരു നാട്ടുകാരാണ്, അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഇത് വരണം എന്ന് പറഞ്ഞ സമയത്ത് ഒരു തംസപ്പ് അത് മതി. ഓക്കെ, അങ്ങനെ ഓരോരാളോടും ഞാൻ വ്യക്തിപരമായി പറയുന്നില്ല. പിന്നെ നമ്മൾ എന്നും കൂടിയുണ്ടെന്ന് രജനീഷ്, നമ്മൾ അടുത്തടുത്തായിരുന്ന ആവശ്യമുള്ള നാട്ടുകാരൊക്കെയാണ്. അപ്പോൾ അതുപോലെ എല്ലാവരോടും ശരിയാ, സാറ് പറഞ്ഞത് ശ്രദ്ധക്കുറവാണത്. അതെ, അത് ശരിയാണ്. എൻ്റെ മൈൻഡ് പല ഇടത്തേക്കും പറഞ്ഞെടുക്കുന്നതുകൊണ്ട് ശ്രദ്ധക്കുറവുണ്ടാവാറുണ്ട്. സാറിൻ്റെ ഒരു പുസ്തകം കുന്നുകയറി തിരിഞ്ഞു നോക്കുമ്പോൾ എന്നുള്ള പുസ്തകം, ഡോക്ടർ വിജയ മാഡത്തിൻ്റെ പുസ്തകം ചെയ്ത സമയത്ത് ശ്രദ്ധക്കുറവാണ്. നമ്മൾ 4 പ്രൂഫൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പുസ്തകം. അത് വലിയ പുസ്തകമാണ്. അത് സാറിനെ കൊണ്ട് വായിപ്പിച്ച് സാറിന് ഭയങ്കരമായി പോയത് അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു. എന്നാലും ആ ക്ഷമയോടെ ചെയ്യുന്നതാണ്. ഈ കലാകാരന്മാർക്ക് ക്ഷമ അത്യാവശ്യമാണ്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ചേച്ചിയുടെ ഇന്റർവ്യൂ ഞാൻ കുറച്ച് മുമ്പ് ഇന്റർവ്യൂ എടുത്തിട്ടായിരുന്നു. അത് പെട്ടെന്ന് എഡിറ്റിങ് കഴിഞ്ഞു. പെട്ടെന്ന് 2 ദിവസം മുന്നേ എഡിറ്റിങ് കഴിഞ്ഞു. 1.5 മണിക്കൂറിന്റെ വീഡിയോ ആയിരുന്നു അത്. പിന്നെ വേറൊരു സ്ഥലത്തെ വീഡിയോ ആയിരുന്നു. എനിക്ക് എഡിറ്റ് ചെയ്ത് മടുത്തുപോയി. കാരണം പറഞ്ഞു തന്നെ റിപ്പീറ്റ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധക്കുറവ് അതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശ്രദ്ധക്കുറവ് ചില സമയത്ത് നമ്മുടെ ബന്ധങ്ങൾ കൂടെ കൊണ്ടുപോകുന്ന സമയത്തും ശ്രദ്ധക്കുറവ് ഒരുപാട് പണിയും പറ്റിക്കാറുണ്ട്. എന്നെ വിളിച്ചില്ല, എൻ്റെ പേര് വന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതും നമ്മൾ ശ്രദ്ധക്കുറവാണ്, ആബ്സെൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നവരോട് പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നില്ല. അതുപോലെ സാറ് പറഞ്ഞ പോലെ ECA ക്ലബ്ബിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം കണ്ട പ്രേംരാജ് തന്നെയാണ് എപ്പോഴും. അല്ലാതെ അതിന് മുന്നേ ഉണ്ടായ പ്രേംരാജ് തന്നെയാണ് എപ്പോഴും എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മുടെ SK സാറിന് വേണ്ടിയിട്ട് നമ്മൾ ബുക്കിൻ്റെ കാര്യമൊക്കെ സംസാരിക്കാറുണ്ട്. ISBN നമ്പറിൻ്റെ കാര്യം, അല്ലെങ്കിൽ ആമസോണിൻ്റെ അപ്ഡേറ്റ് ചെയ്ത കാര്യമൊക്കെ സംസാരിക്കണം. അതാ പറഞ്ഞത്, ഡിപ്പെൻഡബിലിറ്റി വീണ്ടും എനിക്ക് ആ ഡിപ്പെൻഡബിലിറ്റി ഇല്ലാതാക്കൊണ്ടിട്ടാണ് ഞാൻ തന്നെ സെൽഫ് പബ്ലിഷിംഗ് ആണെങ്കിൽ നമ്മൾക്ക് ISBN നമ്പർ നമ്മൾ തന്നെ എടുക്കാൻ പറ്റുന്നുള്ളത്. അത് പലർക്കും അറിയില്ല. നമ്മൾ തന്നെ നമ്മുടെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ISBN നമ്മൾ കാശ് കൊടുക്കാതെ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ISBN നമ്പർ 10 നമ്പർ വേണമെങ്കിൽ നമ്മൾ 40,000-50,000 രൂപ കൊടുത്തിട്ട് വേണം ISBN അതോറിറ്റിയിൽ നിന്ന് നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പഠിച്ചത് ആരും പഠിപ്പിച്ചതല്ല, നമ്മളെന്നെ പഠിച്ചതാണ്. അത് ഡിപ്പെൻഡബിലിറ്റിയുടെ പ്രശ്നം തന്നെയാണത്. അതുപോലെ ഞാൻ അധികം ധരിപ്പിക്കില്ല. എല്ലാവരോടും വളരെ നന്ദി പറഞ്ഞു. ഞാൻ പേര് വിളിച്ച് ഒരാളും ഇതിൻ്റെ നിങ്ങളെ കൊച്ചാക്കുന്നില്ല, അതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട്. അപ്പോൾ കൂടെ നിൽക്കുക. അനാഗിത വീണ്ടും വരട്ടെ. അല്ലെങ്കിൽ റാന്തൽ വിളക്ക് തെളിയിക്കാൻ അടുത്തന്നെ ഞാൻ ഒരു റാന്തൽ വിളക്ക് തെളിയിക്കുന്നുണ്ട്, അത് നോക്കാം. അത് വേറെ പുസ്തകത്തിൻ്റെ റാന്തൽ വിളക്ക് തെളിയിക്കുന്നുണ്ട്. വീണ്ടും കാണാം. വളരെ നന്ദി. താങ്ക് യു പ്രേമരാജ്. ഇനി എല്ലാവർക്കും ഒരു ഫോട്ടോ എടുത്ത് പിരിയാം. താഴെ ചായ ഉണ്ട്, സ്നാക്സ് ഉണ്ട്, അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാം. ഉള്ളവരൊക്കെ കൂടി എല്ലാവരും കൂടി ഒരു ഫോട്ടോ.